2000 തൊട്ട് 2003 വരെ ഞാൻ ഡൽഹിയിൽ ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നത്. ഞാനന്ന് അവിടുന്ന് പോരുമ്പോൾ 6th സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, ആ ക്ലാസ്സിലെ കുട്ടികളായിട്ട് കുറച്ചധികം അടുപ്പമുണ്ടായിരുന്നു. അവിടുന്ന് പോരുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ കരച്ചിലും പിഴിച്ചിലും ആകെ ബഹളമായിരുന്നു. 6 വർഷം കഴിഞ്ഞ് രണ്ടാമതും ഹസ്ബൻഡിന് ഡൽഹിക്ക് പോസ്റ്റിംഗ് ആയപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഒരു ദിവസം ആ സ്കൂളിൽ ഒന്നുകൂടി പോകാമെന്നായിരുന്നു. ഞാൻ മനസ്സിൽ വിചാരിച്ചു, കുട്ടികളൊക്കെ വലുതായില്ലേ, അവരൊക്കെ 12th നമ്മളെയൊക്കെ മറന്നുണ്ടാവും, എവിടെ ഓർക്കാനാ എന്ന്. ഒന്ന് രണ്ട് കുട്ടികളുടെ പേര് അന്വേഷിച്ച് പിടിച്ച് പ്രിൻസിപ്പലിൻ്റെ അടുത്തുനിന്ന് അവരേത് സെക്ഷനാണ് 12th കണ്ടുപിടിച്ച് ഞാൻ ആ സെക്ഷൻ്റെ മുമ്പിലൊന്ന് പോയി നിന്നു. അവർക്കത് റിസസ് പീരീഡ് ആയിരുന്നു. ചിലരുടെ മുഖത്ത് അതിശയം, ചിലരുടെ മുഖത്ത് പൂന്തളിർ പോലെ വിരിഞ്ഞ ചിരി. പെട്ടെന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരു പെൺകുട്ടി ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ച് ഉറക്ക പൊട്ടിക്കരയാൻ തുടങ്ങി. പ്രേരണ, അതായിരുന്നു അവളുടെ പേര്. കരച്ചിലിൻ്റെ ഇടയിലും അവൾ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മാം, യു നോ വാട്ട്, ഗോഡ് ഹേർഡ് മൈ പ്രേയേഴ്സ്, ഐ ന്യൂ യു വുഡ് കം വൺ ഡേ. എൻ്റെ അധ്യാപക ജീവിതത്തിൻ്റെ മനോഹരമായ ഏടുകളിൽ ഒന്നാണിത്. അവളുടെ ആ ആലിംഗനം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും മഹത്തായ ബഹുമതിയായിരുന്നു അത്. അധ്യാപകൻ പുസ്തകത്തിൽ നിന്ന് പഠിപ്പിച്ച പാഠങ്ങൾ, അത് കുട്ടികൾ ചിലപ്പോൾ ഓർത്തിരിക്കാം അല്ലെങ്കിൽ മറന്നു പോവാം. പക്ഷെ കൊടുത്ത സ്നേഹം അതവർ ഇരട്ടിയായി തിരിച്ചു നൽകും. ഈ റീൽസിൻ്റെ ആദ്യം ഇട്ടിട്ടുള്ള ആ പിക്ക് 2003 ആ 6ാം ക്ലാസ്സുകാരെ പിരിഞ്ഞു വരുന്ന ദിവസം എടുത്ത്. ദാറ്റ് ക്ലാസ് ആൻഡ് ദാറ്റ് ഡേ വിൽ ഓൾവേസ് റിമെയിൻ എച്ച്ഡ് ഇൻ മൈ ഹാർട്ട്. അവരൊക്കെ വലുതായി ഇപ്പോൾ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ടീച്ചേഴ്സും ഒക്കെ ആയി. പക്ഷെ എൻ്റെ മനസ്സിൽ അവരിന്നും 6ാം ക്ലാസ്സുകാർ തന്നെയാണ്. ഹാപ്പി ചിൽഡ്രൻസ് ഡേ ടു ഓൾ ഓഫ് യു.